മക്കളെല്ലാരും ചോറ് കഴിച്ചല്ലോ. ഇന്ന് ഇവിടെ കറി വെക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ മീൻകാരല്ലേ പോയപ്പോ മത്തിയായിരുന്നു. മത്തി ഇട്ടിരിക്കുന്നു, ചെറിയ മത്തി. പട്ടിക്കും ഒക്കെ കൊടുക്കാറുള്ള മത്തി ഉണ്ട്. പിന്നെ ടെസം മുളക്ക് സുഖമില്ല, അതുകൊണ്ട് ടെസം മുളക്ക് മീൻ കൊടുക്കത്തില്ല, അവൾക്ക് വേറെ ഫുഡൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഉള്ളതൊക്കെ കൊണ്ടങ്ങ് തട്ടിക്കൂട്ടി ഭക്ഷണം കഴിക്കാമെന്ന് കേട്ടോ. ഉള്ളത് തട്ടിക്കൂട്ടില്ല, ഇതെല്ലാം നല്ല ഹെൽത്തി ഫുഡാണ്. ഇത് നമ്മുടെ മുരിങ്ങയില തോരനാണ്. നമ്മുടെ വീട്ടിലെ മുരിങ്ങയിൽ നിന്നും എടുത്ത മുരിങ്ങയില തോരന്. പിന്നെ എനിക്കങ്ങനെ ഈ ചമ്മന്തി ഒന്നും കൊടുത്ത് അത്ര ഇഷ്ടമാണ്. പക്ഷെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്, നമ്മുടെ വെള്ള ചമ്മന്തി. പച്ചമുളക് വെച്ച് നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കുന്നവരുള്ള ഒരു ചമ്മന്തിയായത് കേട്ടോ. പച്ചമുളകും ചെറിയ ഉള്ളി, പുളി, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് അരച്ച ഒരു ചമ്മന്തി. പിന്നെ ഇത് രാവിലത്തെ സാമ്പാറിൻ്റെ ബാക്കി വന്നതാണ്. ഇത് നല്ല സാമ്പാർ, ആദ്യം പരിപ്പൊന്നും ചേർക്കാത്ത നല്ല സാമ്പാർ. പിന്നെ മക്കളെ എൻ്റെ വായി വെള്ളം വരുന്നുണ്ട്. ഇതേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു വിഭവമാണിത്. ഇത് മുട്ട വറവെന്ന് പറയും കേട്ടോ. മസാലയ്ക്കകത്ത് മുട്ട വറുത്താണ്, മസാല മുട്ട വറവ്. ഇതാ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. ഈ കറികളൊന്നും വേണ്ട. ഇത് ഒരു കഷ്ണം എടുത്ത് അങ്ങോട്ട് ഞെരടി, കണ്ടില്ലേ, ഇതാ ഇതേപോലെ കഷ്ണം എടുത്ത് അങ്ങോട്ട് ഞെരടി ഉണ്ടല്ലേ. മസാല അതിനകത്ത് മസാല ചേർത്തിട്ടുള്ള ഇങ്ങനെ അങ്ങോട്ട് ഞെരടി കഴിച്ചാൽ പിന്നെ വേറെ കറി ഒന്നും വേണ്ടാണ്. ഇടാ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശരി മക്കളെ.